നമസ്കാരം. ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് വലിയ ആവേശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി നിസ്സാര ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മുന്നണികൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളെ കുറിച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് LDF ഇവിടെ വലിയ മനോഹരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. പ്രധാനമായിട്ടും മണിമുഴക്കം എന്ന് പറയുന്നൊരു പരിപാടി 4-ാം തീയതി വൈകിട്ട് നടക്കുകയാണ് 6 മണിയോടുകൂടി. അതിൻ്റെ പിറ്റേ ദിവസം 5-ാം തീയതി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടകം, ഒരു ദൃശ്യാവിഷ്കാരം മാടൻ മോക്ഷം, അത് ചാലക്കുടിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ നടന്മാരൊക്കെ തന്നെ ചാലക്കുടിയിലേക്ക് വരാൻ പോവുകയാണ്, നാടകം അവതരിപ്പിക്കുന്നു. 2 പ്രധാനപ്പെട്ട പരിപാടികൾ. ഇതുമായി ബന്ധപ്പെട്ട് LDF മുന്നോട്ട് വയ്ക്കുന്ന ഇതിൻ്റെ പിന്നിലെ പ്രധാനമായിട്ടുള്ള ആശയം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാം, ചാലക്കുടിയിലെ LDFൻ്റെ ഒക്കെ സുപരിചിതരായ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ മറ്റ് കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള VG ഗോവിന്ദ മാഷ്, EC സുരേഷേട്ടൻ, അതുപോലെ തന്നെ കവിയായിട്ടുള്ള രമേശേട്ടൻ തുടങ്ങിയ ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. സുരേഷേട്ടൻ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ പരിപാടിയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ. LDFന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കലാവിഷ്കാരത്തിന്റെ പിറകിലൊരു ലക്ഷ്യം ഉണ്ടാവും. എന്താണ് ഈ മണിമുഴക്കം എന്ന് പറയുന്ന പരിപാടി? മണിച്ചാണ്ടുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം? അതിലെ ഒന്നാമത്തെ കാര്യം, ചാലക്കുടിക്കാരൻ ചങ്ങാതിക്കൊപ്പം ആണ് എൻ്റെ ഒരു കലാഭവനിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ്റെ ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിക്കൊപ്പം. സത്യത്തിൽ ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്കവാസം? ആ വാക്ക് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിക്കാരൻ ചങ്ങാതി, ചാലക്കുടിക്കാർക്ക് ഒരാളുണ്ട്, അത് കലാഭവനിയാണ്. ഇനി മറ്റൊരു ചാലക്കുടിക്കാരൻ ചങ്ങാതി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം ചാലക്കുടിക്കാരനായ ഒരു MLA ആണ്. അത് നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ചാലക്കുടിക്കാരനായ ഒരു MLA ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഒരു സന്ദേശം. അതിന് ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ ഓർമ്മയെ മുൻനിർത്തി അതിനുള്ള ഒരു ആഹ്വാനം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒന്നാമത്തെ ഒരു കാര്യം. മറ്റു കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ മണിമുഴക്കം എന്ന് പറയുന്ന പരിപാടിയിൽ ഇപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞ ഈ ആശയം എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്? മണിച്ചേട്ടനുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെടുത്തുന്നത് ഒരു കാര്യം, ഈ നിലവിലുള്ള MLAക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി. അതെ, ഈ കോടശ്ശേരി പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് ചോദിച്ചിട്ട് ജക്സ് ചോദിച്ചോ, ആ സ്ഥലം എവിടെയാണ് ചോദിച്ചോ, പുള്ളിക്കറിയില്ല. പുള്ളിയുടെ സ്റ്റാഫിൽ പോലും ഒരു ചാലക്കുടിക്കാരൻ ഇല്ല. അല്ല, പുള്ളിയുടെ സ്റ്റാഫ് പോലും ചാലക്കുടിക്കാരനില്ല. അത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഉന്നയിച്ചിട്ടുള്ളത്. എല്ലാം ഇറക്കുമതി ചെയ്ത MLA ഇറക്കുമതി, MLAയുടെ സ്റ്റാഫ് ഇറക്കുമതി, MLAയുടെ ഓഫീസ് 5 മണി വരെ പോലും പ്രവർത്തിക്കുന്നു. സർക്കാർ ഓഫീസിന്റെ സമയം പോലും MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ചാലക്കുടിക്കാർക്ക് ആർക്കെങ്കിലും, ഇപ്പൊ കോൺഗ്രസിന്റെ ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ സംഘടനാ ബന്ധം വെച്ച് കാണാൻ കഴിഞ്ഞേക്കും. ചാലക്കുടിക്കാരായ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ ചാലക്കുടിയിൽ ഏത് കേന്ദ്രത്തിൽ വന്ന് കാണണം എന്ന് ഒരു സാധാരണ ആളുകൾക്ക് അറിയില്ല. അല്ല സുരേഷേട്ടാ, ഇപ്പൊ ചോദിച്ച സംഭവം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ചാലക്കുടിയിൽ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസമുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. അവർ വെച്ചോട്ടെ, ചാലക്കുടിക്കാരായ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ വേണമെങ്കിൽ സ്റ്റാഫായി വെക്കാമായിരുന്നു. അയാൾക്ക് ഈ ലോക്കൽ ബന്ധങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലും ചെയ്തില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള 5 കൊല്ലം ഈ നാടുമായി ഒരു ബന്ധമില്ലാത്ത, ഈ നാടിന്റെ ഒരു ഇടവഴി പോലും അറിയാത്ത, പൊതുവഴി അറിയാത്ത ഒരു മനുഷ്യൻ ഒരു നാടിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രക്ക് മോശക്കാരല്ല ചാലക്കുടിക്കാർ. അവർക്ക് ഈ നാടിനെ അറിയുന്ന, ഈ നാട്ടുകാരെ അറിയുന്ന ഒരു MLA ആവശ്യമുണ്ട്. അത്തരം ഒരു MLA രാഷ്ട്രീയത്തിന് അതീതമായി തിരഞ്ഞെടുക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു MLA ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞു വരുന്നപ്പോഴാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത്. 2, ഈ ചാലക്കുടിയുടെ ഒരു വലിയ ഉസ്യത്താണ് കലാഭവൻ മണി. നമ്മുടെ നാടിന്റെ ഒരു അടയാളവാക്കിയാണത്. ഇപ്പൊ ജക്സ് ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് വന്നു, അവിടെ വന്നിട്ട് ഞാൻ ചാലക്കുടിക്കാരാണ്, അങ്ങനെ പറയും. എന്നാൽ ഈ നമ്മുടെ ഒരു നാടിന്റെ അടയാളവാക്കിയാണ് ഈ ചാലക്കുടിക്കാരനായിട്ടുള്ള നമ്മുടെ കലാഭവൻ മണി. ആ കലാഭവൻ മണി മരിച്ച് ഇത്ര മഹാനായ ഒരു കലാകാരന് ഒരു സ്മാരകത്തിലേക്ക് നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഈ MLAക്ക് കഴിഞ്ഞില്ല. അത് കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് എന്ന ആക്ഷേപമല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്. കഴിവുകേടല്ല, ബോധപൂർവമാണ്. അദ്ദേഹത്തിന്റെ മണിയുടെ രാഷ്ട്രീയത്തിനെതിരാണത്. കലാഭവൻ മണി ഇപ്പോ ജക്സി നാട്ടുകാരനാണല്ലോ, കലാഭവൻ മണിന് പരിചയമുള്ള ആളാണല്ലോ. കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കലാഭവൻ മണിയെ എതിർത്തവരാണ് ഇവിടുത്തെ ഈ സവർണ സമ്പന്ന വലതുപക്ഷ ശക്തികൾ എന്ന് പറയുന്നത്. അയാളെ അപമാനിച്ച്, അയാളെ അവമതിച്ച്, അയാളെ അവഗണിച്ച്, അയാൾക്കെതിരായി നടത്താവുന്ന എല്ലാ നീക്കങ്ങളും നടത്തിയവരാണ് ഇവര്. കലാഭവൻ മണി ആകട്ടെ ഇഞ്ചോടിഞ്ച് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളും നിലപാടുകളും സധൈര്യം ആരുടെ മുന്നിലും ഏത് വേദിയിലും ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമരഭരിതമായൊരു ജീവിതമാണ് മണിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അത്തരമൊരു സമരഭരിതമായ ജീവിതം ജീവിച്ച് നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിന്ന
ഒരു കലാകാരനോട് സ്വാഭാവികമായും വലതുപക്ഷം പുലർത്തുന്ന ഒരു പ്രതികാര ബുദ്ധിയുണ്ട്. ആ പ്രതികാര ബുദ്ധി മരണശേഷവും തുടർന്നു വലതുപക്ഷം എന്നാണ് തെളിയിക്കുന്നത്. അപ്പൊ ദേവസ്വേട്ടൻ MLA ആയിരുന്ന കാലത്ത് പാർക്കിന് സ്ഥലം കണ്ടെത്തി, പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. ആ പാർക്കിൽ ഒരു ചെടി പോലും ഇവർ വെച്ചില്ല. അതിനുശേഷം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു ചെടി പോലും തരിശുഭൂമിയായി ആ പാർക്കിനെ ഇവരിട്ടു. ദേവസ്വേട്ടന്റെ കാലത്ത് തന്നെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു സംഭവം, എല്ലാ പാർക്കുകൾക്കും എല്ലാ നിർമ്മിതികൾക്കും ഒരു ഉദ്ഘാടന ശിലാഫലകം ഉണ്ട്. മണിച്ചേണ്ട ഈ പാർക്കിന്റെ ഒളിച്ചു വെച്ചു. എവിടെ ഒളിച്ചു വെച്ചു? ഒളിച്ചു വെച്ചത് മൂത്രപ്പരയിലായിരുന്നു, ബാത്റൂമിൽ. മൂത്രപ്പരയിൽ എത്ര അപമാനകരമായ കാര്യം എന്ന് ഓർക്കണം. മാത്രമല്ല അപ്പൊ അതിന്റെ കവാടത്തിന് കോൺഗ്രസ് പതാകയുടെ നിറം കൊടുത്തത് സത്യത്തിൽ മണിയുടെ മരണശേഷം മണിയോട് പ്രതികാരം ചെയ്തതാണ്. ജീവിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ് എതിർത്ത ഒരു മനുഷ്യനെ മരണശേഷമുള്ള കോൺഗ്രസിന്റെ പ്രതികാരമാണത്. അദ്ദേഹത്തിന്റെ പാർക്കിന്റെ കവാടത്തിന് സ്വന്തം പാർട്ടിയുടെ പതാകയുടെ നിറം കൊടുത്തത് ഒരു പ്രതികാരം നിർവഹിച്ചതാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ തുടരുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇപ്പോഴത്തെ MLA ഏറ്റെടുക്കാനായിട്ട് 1.5 കോടി രൂപ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് സർക്കാർ ഇത് പണിയാൻ. 5 കൊല്ലം നിയമസഭയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഒരു ചോദ്യം ഇത് സംബന്ധിച്ച് ഉന്നയിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ചെറിയ നീക്കം ഉന്നയിച്ചിട്ടില്ല. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ചെറുവരൽ അനക്കിയിട്ടില്ല. പല തടസ്സങ്ങൾ ഉന്നയിച്ച്, തർക്കവാദം ഉന്നയിച്ച്, മണിയുടെ ഓർമ്മേനെ മറവിക്ക് വിട്ടുകൊടുത്ത് മണിയോട് മരണാനന്തര പ്രതികാരം നിർവഹിക്കാനാണ് ഇവർ ശ്രമിച്ചത്. കലാഭവമണിയോടുള്ള ഒരു ഐക്യപ്പെടലും അദ്ദേഹത്തിന്റെ സ്മരണകൾ നെഞ്ചിലേറ്റുന്നവരുടെ ഉള്ളിലെ യഥാർത്ഥ ചങ്ങാതി ഈ ലേബല് ആർക്കും കോപ്പി എടുക്കാനായിട്ട് അത് തന്നെ ഒരു കാവഡ്യാണ്. മണിയോടുള്ള പ്രതികാരത്തിനെ മൂടി വെക്കാൻ മണിയുടെ തന്നെ പദങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ക്രൂരമായ ഒരു നീക്കാണ് കോൺഗ്രസ് നടത്തിയത്. പക്ഷെ ചാലക്കുടി എന്ന് പറയുന്നത് ഒരു നാടകത്തിന്റെ വലിയൊരു കളിത്തട്ടായിരുന്നു. എത്രയോ നാടക സമിതികൾ. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നാടകങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവം വരുന്നതാണ്. നമ്മുടെ ഫൈൻ ആർട്സിലൊക്കെ നാടകങ്ങൾ, ഫാസ്റ്റിലൊക്കെ നാടകങ്ങൾ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാടൻ മോക്ഷൻ എന്ന് പറയുന്ന ഒരു നാടകം ചാലക്കുടിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നു. മാടൻ മോക്ഷം വലിയൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് മാഷെ ഈ മാടൻ മോക്ഷം ഇതുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലേക്ക് ഇത്രയും മനോഹരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടകം, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു, ചാലക്കുടിയിലേക്ക് വരുന്നു. അടുത്ത നിയോജകമണ്ഡലങ്ങളൊന്നും കണ്ടിട്ടില്ല, ചാലക്കുടിയിലേക്ക് വരുന്നതിന്റെ പിറകിൽ നിങ്ങൾ എന്താണ്? ഞങ്ങൾ ഈ നാടകം കൊണ്ടുവരുമ്പോൾ ഉള്ളിലുള്ള ഒരു ധാരണ, ഇവിടെ ഇതിന് അടിത്തറ ഇട്ടുകൊണ്ട് പണിത് പ്രവർത്തിപ്പിച്ച് വികസിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശമുണ്ട്. ഒരു കൾച്ചറൽ ഇൻവേഷനാണ്. ഒരു എന്താ പറയാ, അജിറ്റേറ്റീവ് കൾച്ചറാണ് ശരിക്കും. ഒരു ആക്രമണോത്സുകത ഇതിനകത്തുണ്ട്. അതായത് സംസ്കാരം മനുഷ്യന്റെ ജനജീവിതത്തിലേക്ക് ഒരു ആക്രമണ സ്വഭാവത്തോടെ ഇടപെടുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസ്കാരം മനുഷ്യന്റെ എല്ലാവിധ നന്മകളെയും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷ സൃഷ്ടിയാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അത് വടക്കുന്ന അടിക്കുന്ന ഒരു കാറ്റ് ഇതിനകത്തുണ്ട്. അത് ഫാസിസം ഉണ്ട്, ഒരു സാംസ്കാരിക ഫാസിസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയുള്ള സാധാരണക്കാരുടെ ഇടയിൽ പോലും അത് ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയം തന്നെയാണ്. സത്യത്തിൽ 10 കൊല്ലത്തെ കേരളത്തിലെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു LDFന്റെ ഇന്ന തരത്തിലുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഭരണം എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇവിടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പരമദരിദ്രരായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, സാധാരണക്കാരായ ആളുകളുടെ മുഴുവനും ഹോളിസ്റ്റിക് നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, അങ്ങനെ സർവ്വോന്മുഖമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്നത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം വയ്ക്കുന്നു, വാഗ്ദാനം വയ്ക്കുന്നു. അത് എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് അതിന്റെ റിവ്യൂവിന്റെ ഡിസൈനിൽ അതിനെ ഇന്ത്യയിലില്ലല്ലോ ഒരു സംസ്ഥാനത്തും അങ്ങനെ ബജറ്റിലെ പ്രഖ്യാപനം നടന്നതിനെ കുറിച്ച് വിലയിരുത്തലില്ലല്ലോ. അങ്ങനെ വിലയിരുത്തി നടത്തുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റ്, അതിന് നമുക്ക് ഗവൺമെന്റ് ഭരണകൂടത്തെ വിളിക്കാൻ പറ്റുള്ളൂ. ആ ഭരണകൂടത്തിനെ താറടിച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ ഫാസിസ്റ്റ് കൾച്ചറൽ സ്വഭാവത്തിനെതിരായിട്ട്, അധിനിവേശത്തിനെതിരായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതിൽ വളരെ ഒന്ന് മാത്രമാണ് ഈ നാടകം. ഈ നാടകം ചാലക്കുടിയിലേക്ക് വരുമ്പോൾ നുണകളും പെരും നുണകളും സത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് ചാലക്കുടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നാടകത്തിന്റെ പ്രസക്തി നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ട്. അതായത് 15 കൊല്ലമായിട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് ഞാൻ പറയാമെങ്കിൽ നമുക്ക് അവകാശപ്പെടാവുന്ന BD ദേവസി എന്ന് പറയുന്ന നമ്മുടെ MLA, നമ്മുടെ ദേവസ്വേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളോട് ഒട്ട് തന്നിട്ട് ഇതല്ലേ ഈസിയോട് ചോദിക്കും, ഈസി ഇതല്ലേ ഇതിന്റെ വഴി, ഇതല്ലേ നല്ലതെന്ന് ചോദിച്ച് ഈസിയുടെ കൂടി അഭിപ്രായം തേടിട്ട് ജനകീയമായിട്ട് ജനാധിപത്യപരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് നാട് പുരോഗതിക്ക് പോയി ചാലക്കുടിക്കാർക്ക് ഒത്തൊരുമയോട് നിൽക്കാനായിട്ട് പറ്റുന്ന അന്തരീക്ഷം അതിനെ പൊളിച്ചുകൊണ്ടാണ്. 5 കൊല്ലമായിട്ട് നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഈസിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് 5 കൊല്ലമായിട്ട് ചാലക്കുടിക്കാർ തമ്മിൽ സംസാരിക്കുന്നില്ല. ഈ വിഭജനത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം ഇതിന്റെ കൂടെ അറിയാതെ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യം, കാരണം വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ആമ്പലൂക്കാരനായിട്ടുള്ള ഒരു സ്റ്റാഫ്, ഒരു വരുത്തനായിട്ടുള്ള ഒരു MLA, ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടുന്ന കാര്യം. അതുകൊണ്ട് ജനങ്ങൾ സത്യത്തിൽ നേരത്തെ ഇഴുകിച്ചേർന്നു സംവാദാത്മകമായ ഒരു സമൂഹം ചാലക്കുടിയിൽ പോയിരിക്കുന്നത്. അതിനെ സംവാദാത്മകമായ സമൂഹത്തെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളിൽ ഒന്ന് മാത്രം. അതിലാണ് ഈ നാടകത്തിന്റെ തുടക്കമാണ്. നമ്മൾ ഇനി അത് പിടിക്കാതെ പറ്റില്ല. ഈ നാടകം എന്നാണ് അവതരിപ്പിക്കുന്നത്. 5-ാം തീയതി വൈകുന്നേരം
7:30 മണിക്കാണ് നാടകം കൃത്യമായിട്ട് ആരംഭിക്കുന്നത്. 7:30 5-ാം തീയതി 6 മണിക്ക് നമ്മൾ ഇവിടെ പരിപാടി തുടങ്ങും. ഓ. 1 മണിക്കൂർ അനിൽ ചേലമ്പ്ര എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള കേരളത്തിലെ വാഗ്മിയുണ്ട്. ആ. അദ്ദേഹം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ മുഴുവനും സാരാംശം ചേർത്തുകൊണ്ട് ഈ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയാണ് ഒരു സംവാദാത്മകമായ ഒരു സമൂഹമായിട്ട് രൂപപ്പെടേണ്ടത്, എന്താണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട്, അധികം സംസാരിക്കുന്നില്ല, ആളുകളെ ബോറടിപ്പിച്ച് സംസാരിക്കുന്ന ആളല്ല, നല്ല പ്രഭാഷകനാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണമായിരിക്കും. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ മുന്നണിയുടെ നേതാക്കന്മാരും ആ സമയത്ത് അവിടെ സന്നിഹിതരാണെന്ന് പറയുന്നത്. വെച്ചാൽ ഇത് മുന്നണിയുടെ മാത്രമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം, അവരെല്ലാവരും അവിടെ സന്നിഹിതരായിരിക്കും. ഒരു പ്രസംഗം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ നാടകമാണ് ആരംഭിക്കും. നാടകം നല്ല അർത്ഥത്തിൽ ഞങ്ങൾ പേരില്ലാത്തതുകൊണ്ട് നാടകം. ഇത് എല്ലാ തരത്തിലും ഒരു എന്താ പറയുക, നാടകവും പിന്നെ എന്താ പറയുക സംഗീത ശില്പവും അല്ലെങ്കിൽ പഴയ പോലെയുള്ള ബാലെ എല്ലാത്തിനെയും കൂടി ചേർന്നുള്ള ഒരു തെരുവ് നാടക സംഗീതമാണ് ഇതിൽ സ്റ്റേജില്ല. അവിടെയാണ് ഏതാണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് സദസ്സ് തന്നെ നടുക്കാണ്. അപ്പൊ 2000 പേർക്ക് ഇരുന്ന് നിന്നൊക്കെ കാണാം. അവിടെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അവിടെ കുളമുണ്ട്, വരമ്പുണ്ട്, ചെടികളുണ്ട്, നെല്ലുണ്ട് ഒക്കെ വെച്ച് പിടിച്ചിട്ടുള്ള ഒരു നമ്മുടെ നാടിന്റെ ഒരു ക്രോസ് സെക്ഷൻ അവിടെ ഉണ്ടാക്കുകയാണ്. അവിടെ നടക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച അവിടെ അവതരിപ്പിക്കുന്നു. അതിലെങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്? ഇതാണ് കാർഡ്. മണിമുഴക്കം എന്ന പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് സുരേഷ് സംസാരിച്ചു. നമ്മുടെ ചാലക്കുടിയിലെ കലാകാരന്മാർ എന്ന് പറഞ്ഞെങ്കിൽ മണിയെ നെഞ്ചേറ്റിയിട്ടുള്ള, യഥാർത്ഥത്തിൽ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയെ നെഞ്ചേറ്റിയിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ഒന്നിച്ചുകൂടാണ്. എന്ന് പറഞ്ഞാൽ 5 മണിയാകുമ്പോൾ മുതൽ മണിയുടെ ഓർമ്മകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റായിട്ടുള്ള സുരേഷ് മുട്ടത്തിയുടെ ടീം ചിത്രം വരച്ചുകൊണ്ട് ആരംഭിക്കും. വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ട് നമ്മുടെ ചങ്ങാതിയെ വിഷ്വലൈസ് ചെയ്യും. അതിനുശേഷം ഞങ്ങളുടെ ഇവിടുത്തെ നാടൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ലെഫ്റ്റ് കൾച്ചറൽ ക്രീം അവതരിപ്പിക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം അടക്കമുള്ള വിവിധ സംഘടനകൾ, ഇവരെല്ലാം വിവിധ രൂപത്തിലുള്ള കലാരൂപങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പാട്ടുണ്ട്. അതിപ്പോ നമ്മുടെ സൗത്ത് മണിച്ചാട്ടിലെ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെയാണ് നമ്മളിത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ മണിച്ചാട്ടിന്റെ ജീവിതം തുടങ്ങുന്ന അവിടെ തന്നെയാണ് നമ്മൾ ഈ കലാകാരന്മാർ ഒന്നിച്ചു കൂടുന്നത്. അവിടെ കൈകൊട്ടിക്കളിയുണ്ട്, നാടൻ പാട്ടുണ്ട്, അതുപോലെ തന്നെ ഗാനങ്ങളുണ്ട്, ലെഫ്റ്റ് ബാൻഡ് ടീമുകളുടെ പരിപാടിയുണ്ട്, മിമിക്രി, കലാപം. മണിച്ചേട്ടനൊപ്പം സ്റ്റേജ് പങ്കിട്ട കലാഭവൻ ജയഞ്ചേട്ടന്റെ പ്രത്യേക പരിപാടിയുണ്ട്. അങ്ങനെ സ്മരണകൾ ഉണർത്തുന്ന ഒരു പരിപാടി. അപ്പൊ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടിക്കാർക്ക് ഒരു വലിയ കലാവിരുന്ന് തന്നെയാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഈ പരിപാടി. തെരഞ്ഞെടുപ്പിന്റെ സാംസ്കാരികോത്സവമാണ് ശരിക്കും പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ഇപ്പോൾ എന്നെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ സാംസ്കാരിക മുന്നേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം ഇവിടെ തന്നെ മണ്ഡലത്തിൽ മണിയുടെ അനുസ്മരണ പരിപാടിയാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണ് നടക്കുന്നത്, അതിന് ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നതാണ്. ഇവിടെ നടുവം കാവ്യോത്സവം ഇടയ്ക്ക് നിന്നു പോയതാണ്. പക്ഷെ അത് നടത്തുന്നതിനെല്ലാം മുൻപന്തി നിന്ന് ഒരു സാംസ്കാരിക പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടിയാൽ അവന് വീട്ടിൽ പോയി, അത് ഈ മണ്ഡലത്തിൽ തന്നെ ആവണമെന്നില്ല, ഈ മണ്ഡലത്തിൽ തന്നെ എവിടെയാണെങ്കിലും അത്തരത്തിൽ പോയി ആദരിക്കുന്ന. അതുപോലെ അദ്ദേഹം പരിസ്ഥിതിയുമായി പുഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം, അതേമാതിരി തന്നെ അഡ്വക്കേറ്റ്സിന്റെ അദ്ദേഹം അവരുമായിട്ട് എത്രമാത്രം ഇടപഴകി എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സുരാജ് നടത്തിയിട്ടുള്ള ആ ഗസലിൽ തന്നെ. ശരിക്കും 100-300ഓളം പേര് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഒന്നിച്ചുകൂടി 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് അഡ്വക്കേറ്റ് സുരാജ് അവിടെ വന്നിട്ട് ഗസൽ സന്ധ്യ നടത്തിയത്. മണിമുഴക്കം എന്ന പരിപാടി, അതിനകത്ത് കേരളത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകനും പുരോഗമന രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള ടി ശശിധരനാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഒറ്റ പ്രഭാഷണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള 100 കണക്കിന് കലാകാരന്മാരുടെ കലാവിരുന്നായിരിക്കും നമ്മളിവിടെ നമ്മുടെ യഥാർത്ഥ ചാലക്കുടിക്കാരൻ ചങ്ങാതിയെ പരിചയപ്പെടുത്തിയിട്ടുള്ള പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി 5-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് കൃത്യം 6 മണിക്ക് നമ്മൾ എല്ലാ സാംസ്കാരിക പ്രവർത്തകർ കേരളത്തിൽ വരുന്ന ഈ നമ്മുടെ മണ്ഡലത്തിലുള്ള ആയിരക്കണക്കിന് പേര് ഈ നാടകത്തെ മാടമോഷത്തെ വരവേൽക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ഈ മണ്ഡലത്തിലെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ മണ്ഡലത്തിൽ അപൂർവമായിട്ടാണ് കിട്ടുന്ന ഒരു അവസരമാണ്. സാധാരണ കേരളത്തിൽ ഈ നാടകം ടിക്കറ്റ് വെച്ചിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഫേമസ് ആണ്. ഒരു സിനിമയ്ക്ക് കിട്ടാത്ത, ഒരുപക്ഷെ തോപ്പിൽ ബാസിയുടെ നാടകത്തിന് കേരളത്തിൽ കിട്ടിയ ഇതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഒരു നാടകം തിരിച്ചു വരുന്നതാണ് മാടമോഷം. അപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന നാടകത്തിലേക്ക് ഇത് കാണുന്നതിന് വേണ്ടി
മുഴുവൻ വ്യക്തികളെയും കലാസ്നേഹികളെയും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് ഇവിടുത്തെ കലാസ്നേഹികൾക്ക് വേണ്ടി, ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചാലക്കുടിയിൽ വിവിധങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. LDF കലാകാരന്മാരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ കലാവിരുന്നാണ്. നൂറുകണക്കിന് കലാകാരന്മാർ, സുരേഷ് മുട്ടത്തി അടക്കമുള്ളവർ ബാനറിൽ വലിയ സന്ദേശങ്ങൾ എഴുതുന്നു, വരയ്ക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കലാകാരന്മാരുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടി, കലാഭവൻ ജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിപാടി, ടി ശശിധരൻ പ്രസംഗിക്കുന്നു. അങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് കലാവിരുന്ന്. അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് ഈ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു നാടകം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന നാടകം മാടൻ മോക്ഷം. അത് അവതരിപ്പിക്കപ്പെടുന്നു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ്. അതോടൊപ്പം തന്നെ അതിൽ പ്രഭാഷണമുണ്ട്. കൂടാതെ അതിന്റെ വേദിയും അതിന്റെ സജ്ജീകരണങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സംഭവമല്ല, സദസ്സ് തന്നെ വേദിയാകുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. അതിൽ സിനിമ നടനായിട്ടുള്ള ഇത്തവണ ഏറ്റവും മികച്ച പ്രൊഫഷണൽ നാടകത്തിൽ അവാർഡ് നേടിയിട്ടുള്ള പ്രമോദ് വെളിയന്നൂർ, അത് കലാഭവൻ മണിയച്ചന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള കലാകാരൻ കൂടിയാണ്. പ്രമോദ് വെളിയന്നൂർ ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ചാലക്കുടിയിലേക്ക് എത്തുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ. മറ്റു മുന്നണികളിലെയും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ ഒപ്പിയെടുക്കാനായിട്ട് ഞാൻ വരുന്നതാണ്. ഇതിപ്പോൾ LDFന്റെ അവർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന വെറൈറ്റി പരിപാടികളാണ് മുന്നോട്ട് വെച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.